ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് UDFന് ലഭിക്കുന്ന ഏക രാജ്യസഭ ഉറപ്പിച്ച് ലീഗ്. ഉപപ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് കുഞ്ഞാലിക്കുട്ടി. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ PK കുഞ്ഞാലിക്കുട്ടിയാകും രാജ്യസഭയിലേക്കെന്ന് വാർത്തകൾ. എന്നാൽ കുഞ്ഞാലിക്കുട്ടി ഇത് നിഷേധിച്ചിരിക്കുകയാണ്. ആര് മത്സരിക്കുമെന്ന് പാണക്കാട് സാദിഖലി തങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ വിരളമായ സാധ്യതകളാണുള്ളതെങ്കിലും മിക്ക കക്ഷികളും പ്രതീക്ഷ കൈവെടിഞ്ഞിട്ടില്ല. അടിയൊഴുക്കിലാണ് ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ കക്ഷികളുടെയും പ്രതീക്ഷ. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ലീഗിന് മന്ത്രിസ്ഥാനമടക്കം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് പോകുമെന്ന സൂചനകളുമായി വാർത്തകൾ പുറത്തു വന്നെങ്കിലും അദ്ദേഹം തന്നെ ആ സാധ്യത തള്ളി രംഗത്ത് വന്നു. രാജ്യസഭയിലേക്ക് മത്സരിക്കാനില്ലെന്നും എനിക്കിവിടെ ആവശ്യത്തിന് പണിയുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ടെങ്കിലും ലോക്സഭാ റിസൾട്ട് അനുസരിച്ചായിരിക്കും ലീഗിന്റെ തീരുമാനം. യുവാക്കൾക്ക് അവസരം നൽകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു പറയുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത്. ഞാൻ മത്സരിക്കില്ലെന്ന കാര്യം പ്രസ്താവിക്കാനുള്ള അനുമതി തങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം രാജ്യസഭാ സ്ഥാനാർത്ഥിയുടെ കാര്യം ചർച്ച ചെയ്യുമെന്നാണ് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ഇതിനിടെ പുതുമുഖങ്ങളെ പരിഗണിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഈ വിഷയത്തിൽ ലീഗിനകത്ത് തർക്കങ്ങൾ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി രാജ്യസഭയിലേക്ക് മത്സരിക്കില്ലെന്ന് സാദിഖലി തങ്ങളും വ്യക്തമാക്കി. അദ്ദേഹം ഇപ്പോൾ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത്. UDFനെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് ലീഗിന്റെ പ്രധാന ദൗത്യം. കുഞ്ഞാലിക്കുട്ടിക്ക് നിയമസഭയിൽ ഇനിയും കാലാവധിയുള്ളതിനാൽ ഇപ്പോൾ രാജ്യസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്നും തങ്ങൾ പറഞ്ഞു. മുൻ UPA മന്ത്രിസഭകളിൽ മുസ്ലിം ലീഗ് ദേശീയ നേതാവായിരുന്ന E. അഹമ്മദ് മന്ത്രിയായിരുന്നു. ഇത്തവണ ഇന്ത്യ സഖ്യം വരികയാണെങ്കിൽ മുതിർന്ന നേതാവായ കുഞ്ഞാലിക്കുട്ടിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പറയുന്നവർ ലീഗിനകത്തുണ്ട്. നേരത്തെ MLA സ്ഥാനം രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച കുഞ്ഞാലിക്കുട്ടി പിന്നീട് MP സ്ഥാനം രാജിവെച്ച് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. ഇത്തരത്തിൽ അനാവശ്യമായി ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നത് പാർട്ടിക്കും മുന്നണിക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. ലീഗ് എന്ത് തീരുമാനിച്ചാലും അതിന് തലകുലുക്കാനുള്ള ശേഷി മാത്രമേ ഇന്ന് കോൺഗ്രസിനുള്ളൂ.